ഒരു പരിധിയിൽ കവിഞ്ഞ അറ്റാച്ച്മെന്റ് ആരോടും കാണിക്കരുത്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും വേദന മാത്രമേ തരൂ. മരണത്തിന്റെ വേദന ഒരാൾക്ക് മറ്റൊരാളോട് പറയാൻ കഴിയില്ല. വേണ്ടപ്പെട്ടവരുടെ അവഗണന മരണത്തിന് തുല്യമാണ്. എങ്കിലും ആ വേദന നമുക്ക് ഒരാളോട് പറയാൻ കഴിയും. ചില കാഴ്ചകൾ കണ്ണിനെ ഈറനണിയിക്കും. ചില വാക്കുകൾ മനസ്സിനെ മുറിവേൽപ്പിക്കും. ചില മാറ്റങ്ങൾ ജീവിതത്തിന്റെ താളം തെറ്റിക്കും. കാരണം ചിലരിൽ നമ്മൾ അമിതമായി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതാണ് കാരണം. അക്ഷരങ്ങൾ നിരത്തി എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ആരുമായും ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് ജീവനും ജീവിതവും നിലനിർത്താൻ ഏറ്റവും നല്ലത്. ചിരിക്കുന്ന മുഖങ്ങൾക്കുള്ളിൽ കരയുന്ന മനസ്സിനെ കാണാൻ കഴിയുന്നവരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. അവരിലാണ് യഥാർത്ഥ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതും. തിരക്കിലാണ് എന്ന ഒറ്റ വാക്കിൽ ഒരുപാട് ബന്ധങ്ങൾ അകലാറുണ്ട്. തിരക്ക് എന്ന വാക്കിന് ഒഴിവാക്കൽ എന്നൊരർത്ഥം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നമുക്ക് വാല്യൂ തരാത്ത, പ്രയോറിറ്റി തരാത്ത ഒരിടത്തും നമ്മൾ നിൽക്കരുത്. കുറച്ച് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും നമ്മളായി തന്നെ ഒഴിഞ്ഞു പോവുക. ഒത്തിരി തിരക്കിനിടയിലും ബന്ധങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അല്ലെങ്കിൽ തിരക്കൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ഉണ്ടായെന്ന് വരില്ല. ശ്വാസം നിൽക്കുന്നത് മാത്രമല്ല മരണം. സ്നേഹിച്ച മനുഷ്യരുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകുന്നതും ഒരു തരത്തിൽ മരണമാണ്. കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കണം. അപ്പോൾ ആരൊഴിവാക്കിയാലും വലിയ വേദനയില്ലാതെ ജീവിക്കാം. ഒരാൾ ഒരിക്കലും നിന്നെ ഒഴിവാക്കില്ല എന്ന ഉറച്ച വിശ്വാസമാണ് നിന്റെ ആദ്യ പരാജയം. മനുഷ്യനാണ്. മടുക്കാനും വെറുക്കാനും ഉപേക്ഷിക്കപ്പെടാനും നിമിഷങ്ങൾ മതി എന്ന തിരിച്ചറിവാണ് വേണ്ടത്. ഉപേക്ഷിക്കപ്പെട്ടിടത്ത് അപേക്ഷിക്കാനായി ഒരിക്കലും നിൽക്കരുത്. ആത്മാർത്ഥത ഇല്ലാത്തിടത്ത് സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. പരിഗണനയാണ് ഏതൊരു ബന്ധത്തെയും തീവ്രമാക്കുന്നത്. പരിഗണന ഇല്ലാത്തിടത്ത് സ്നേഹം വെറും ഒരു വാക്ക് മാത്രമാണ്. ആത്മാവില്ലാത്ത, ജീവനില്ലാത്ത വെറും പാഴ്വാക്ക്. അമിതമായ ഒരു ഇഷ്ടം ആരോടും കാണിക്കാതിരിക്കുക. അവരുടെ വേർപാടോ അവഗണനയോ ജീവിതത്തിന്റെ താളം തെറ്റിക്കും. ഓരോ വേർപാടും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ഈ ജീവിതത്തിൽ നമുക്കാരും സ്വന്തമായില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. സ്വന്തമെന്ന് കരുതിയതെല്ലാം നാളെ നോവിന്റെ ഭാണ്ഡക്കെട്ടുകളാകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ചുരുങ്ങിയ നാൾ കൊണ്ട് നമ്മെ മനസ്സിലാക്കുന്നവരുണ്ട്. ഒരായുഷ്കാലം മുഴുവൻ കൂടെ ഉണ്ടായിട്ടും മനസ്സിലാക്കാത്തവരും ഉണ്ട്. എത്ര നാൾ കൊണ്ട് അറിയുന്നു എന്നതിലല്ല, എത്രത്തോളം അറിയുന്നു എന്നതിലാണ് കാര്യം. നമ്മെ മനസ്സിലാക്കാത്തവരോട് വാക്കുകൾ കൊണ്ട് പൊരുതുന്നതിനേക്കാൾ നിശബ്ദമായി കടന്നു പോകുന്നതാണ് നല്ലത്. ഒരുപക്ഷെ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ നമ്മെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്. സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ്. എപ്പോൾ അതില്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ജീവനും ഇല്ലാതാകുന്നു. ആഗ്രഹിക്കുമ്പോൾ കിട്ടാത്ത സ്നേഹമോ പരിഗണനയോ പിന്നീട് എപ്പോൾ കിട്ടിയാലും അതിന് വിലയുണ്ടാകില്ല. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. എത്രമാത്രം നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്കും ശല്യമാകാതിരിക്കുക. കാരണം ഒറ്റപ്പെടലുകളേക്കാൾ വേദനയാണ് അവരിൽ നിന്നുണ്ടാകുന്ന അവഗണനയ്ക്ക്. ഒരാളെ മാത്രം നമ്മുടെ ലോകമായി കാണുന്നതാണ് നമ്മുടെ തെറ്റ്. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കാത്തതാണ് അതിലും വലിയ തെറ്റ്. സന്ദേശങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ അയാളില്ല എന്നല്ല, അയാളിൽ നിങ്ങളില്ല എന്നതാണ് സത്യം. അർഹതയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ചിലവഴിച്ച സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഒന്നിനും രണ്ടാമതൊരു ഊഴമില്ല. നഷ്ടപ്പെടുത്തിയതൊന്നും പിന്നീട് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും തിരിച്ചു കിട്ടണമെന്നില്ല. അതുകൊണ്ട് നെഞ്ചോട് ചേർത്തതൊന്നും ആരും നഷ്ടപ്പെടുത്താതിരിക്കുക. സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥതയുള്ളവരെ തിരിച്ചറിയാനാവില്ല. ആത്മാർത്ഥതയുള്ളവർക്ക് സ്നേഹം അഭിനയിക്കാനും കഴിയില്ല. കുന്നോളം സ്നേഹവാക്കുകളിലൊന്നും ഒരു കാര്യവുമില്ല. അതിൽ കുന്നിക്കുരുവോളം പോലും ആത്മാർത്ഥതയില്ലെങ്കിൽ. മധുരമായി പറയുന്ന വാക്കുകളേക്കാൾ നല്ലത് മനസ്സറിഞ്ഞു തരുന്ന സ്നേഹമാണ്. ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നമ്മെ മറന്നുപോയവരെയും ഒഴിവാക്കിയവരെയുമല്ല, ഏത് തിരക്കിനിടയിലും നമ്മെ ഓർക്കുന്നവർക്ക് വേണ്ടിയാകണം നമ്മൾ സമയം ചെലവാക്കേണ്ടത്. നമ്മൾ എത്ര ആത്മാർത്ഥമായിരുന്നു എന്നതിൽ മാത്രമല്ല, നമ്മളോട് എത്ര ആത്മാർത്ഥമായിരുന്നു എന്നതിലും കൂടിയാണ് ആ ബന്ധം നിലനിന്ന് പോകുന്നത്. ഒരാളെ കേൾക്കാൻ നിങ്ങൾ കാണിക്കുന്ന ക്ഷമയാണ് നിങ്ങളിൽ അവർക്കുള്ള പ്രയോറിറ്റി. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ബന്ധങ്ങൾ സ്ട്രോങ് ആകുന്നത്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒരിക്കലും മറ്റുള്ളവരുടെ ഹൃദയം വേദനിപ്പിക്കാതിരിക്കട്ടെ.